ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ. ലോകത്തുള്ള എല്ലാ മുസ്ലിമിനോടും നീ പൊരുത്തം ചോദിക്കണം. പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാവൂ. നടക്കേണ്ട കാര്യമാണോ? സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കണില്ല, പിന്നെ ഇനിയിപ്പം നാട്ടുകാരോട്. ലോകത്തുള്ളവരോട് പോകട്ടെ, ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആമിനായോട് ചോദിക്കാറുണ്ട്, ആമിന, എൻ്റെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട്, നിന്നെ തല്ലിയിട്ടുണ്ട്, നിന്നെ കളിയാക്കിയിട്ടുണ്ട്, നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് തരുമോ എന്ന് ഞാനോ നിങ്ങളോ ചോദിക്കാറുണ്ടോ? പറ മനുഷ്യന്മാരെ, മനസാക്ഷിയോട് ചോദിക്കൂ. പറയണ്ട. ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ. കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക്. നമ്മളെപ്പോഴും ഭാര്യയോട് ചോദിക്കും, നിനക്കെന്താ ഇവിടെ ജോലിയെന്ന്. ആ പാവപ്പെട്ടവൾ ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം. ഇപ്പം പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ? വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തിയ മാസം 15,000 രൂപ കൊടുക്കണം. ഈ ആമിന എത്ര കൊല്ലം കൊണ്ട് വീടിൻ്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ.